അസ്സലാമു വെൽക്കം ബാക്ക് ടു നെല്ലാസ് വ്ലോഗ്. ഇനിയോ വന്നിട്ടുള്ളത് ഒരു വ്ലോഗായിട്ടാണ്, ഈദ് ഷോപ്പിൻ്റെ വ്ലോഗായിട്ടാണ്. അപ്പോൾ ഈദ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വീടൊക്കെ പൂട്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തുള്ള നെസ്റ്റോക്ക് തന്നെയാണ് ഞങ്ങളുടെ ടാർഗറ്റ്. എപ്പോഴും ഈദിന് തലേ ദിവസം ആയിക്കോട്ടെ പർച്ചേസ് ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ ഹറി ബറി ആയിരിക്കും എല്ലാ കാര്യങ്ങളും. ഇതിപ്പോൾ അറഫ നോമ്പ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടയർഡായിരുന്നു. ഷോപ്പിങ്ങിന് പോകാനല്ലേ, അടുത്ത് തന്നെയാണ്, നമുക്ക് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ കേട്ടോ നെസ്റ്റോ. അപ്പോൾ ഭയങ്കര ടയേർഡായതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലുമാണ് ഇവിടെ, അത് കാരണം ഞങ്ങൾ കാറിൽ പോയെന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ എത്തിയിട്ടോ, ഒരു 10 മിനിറ്റ്സ് ഉള്ളൂ കേട്ടോ ഡ്രൈവ്. സിഗ്നലൊക്കെ ഉള്ളതുകൊണ്ട് 10 മിനിറ്റ്സ്, അല്ലാന്നുണ്ടെങ്കിൽ നടക്കാൻ ഒരു 10-15 മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ നെസ്റ്റോയിലെത്തി, ബേസ്മെൻറ്റിൽ കാർ പാർക്ക് ചെയ്തു. B2-ലാണ് ഞങ്ങൾ പാർക്ക് ചെയ്തത്, അതുകൊണ്ട് തന്നെ എസ്കലേറ്റർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെറിയൊരു പണി കിട്ടി, അത് ജസ്റ്റ് ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ B1-ൽ നമ്മൾ ഇതേപോലെ തന്നെ ആയിരിക്കുമോ വിചാരിച്ചു, പക്ഷേ അത് വർക്കിംഗ് ആയിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സ്, നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഗാർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒട്ടും സമയം കളഞ്ഞില്ല, നേരെ അങ്ങോട്ട് ചെന്നു. കുട്ടികൾക്കുള്ള ഡ്രസ്സും അതേപോലെ തന്നെ എനിക്കുള്ളതും ഹസ്ബൻഡിനുള്ളതും എല്ലാതും നമുക്ക് അവിടെ തന്നെ കിട്ടും. ഒരാൾ ട്രോളി എടുത്തപ്പോൾ അടുത്ത ആൾക്കും ട്രോളി വേണം, 2 പേരും ട്രോളിയും കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ പോയത് കിഡ്സ് സെക്ഷനിലേക്കാണ്. ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ, കുട്ടികൾക്കുള്ള കുറേ കളക്ഷൻസും അതേപോലെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവരിട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കിയെടുത്ത് നമ്മൾ ഷോപ്പിങ്ങിന് സമയം പോകുന്നത് അറിയില്ലല്ലോ. അപ്പോൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കുട്ടികൾക്കുള്ളതൊക്കെ എടുത്തു. പിന്നെ എൻ്റെ സെക്ഷനിലേക്ക് വന്നു. ഞാൻ ചുരിദാറാണ് ഇപ്രാവശ്യം നോക്കിയത്, പക്ഷെ എടുത്തത് വേറെ ഡ്രസ്സാട്ടോ. അതിന് ശേഷം ഇക്കാക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജെൻസ് സെക്ഷനിൽ പോയി. അങ്ങനെ ഇക്കാക്കുള്ളതും സെലക്ട് ചെയ്തു. കുറേ ടീഷർട്ടും പാൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി അവസാനം എല്ലാതും എടുത്തു. എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ്, ഈദ് ഷോപ്പിംഗ് ഇവിടെ തീർത്തിട്ടുണ്ട്. ഈദ് ഷോപ്പിംഗ് ലാസ്റ്റ് മിനിറ്റിലായതുകൊണ്ട് തന്നെ എവിടുന്ന് പോണത് അവിടുന്ന് എടുത്തിട്ട് വരെയുള്ള ഇതാണ് കേട്ടോ ഞങ്ങളുടേത്. അതിന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് എവിടെ പോയാലും പിന്നെ അമ്പ് പോയാലും ഇടയ്ക്കിടയ്ക്ക് അടി കൂടുമല്ലോ, അതിൻ്റെ ഫേസാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈദ് ഷോപ്പിംഗൊക്കെ വേഗം തീർത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. ദായാനാണ് എൻ്റെ കേൾക്കാൻ പറ്റി ഈ സമയം കരഞ്ഞുകൊണ്ടിരിക്കും. അതിനെ കരയിപ്പിക്കണതാ ഇവിടെ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈദ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം നെഹ്ല.